നമസ്കാരം. ലോകമെങ്ങും ഇന്ന് തിരുപ്പിറവിയുടെ ആഘോഷ പൊലിമയിലാണ്. മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും ഓർമ്മ പുതുക്കി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ലോകമെങ്ങും ഇന്ന് ക്രിസ്മസ് ആഘോഷ നിറവിലാണ്. നന്മയുടെയും പ്രകാശത്തിന്റെയും ഈ പുണ്യദിനത്തിൽ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ആഘോഷ ആരവങ്ങൾക്കിടയിലെ ഇന്നത്തെ പ്രധാന വിശേഷങ്ങൾ നോക്കാം ഫസ്റ്റ് റൗണ്ട് ഓഫ് ന്യൂസിലൂടെ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. അസഹിഷ്ണുത കാട്ടുന്നവർ കാണാൻ ഇതാണ് റിയൽ കേരള സ്റ്റോറി. ആർ ശ്രീലേഖ തിരുവനന്തപുരം മേയറാകും. വി രാജേഷും പരിഗണനയിൽ. കാട്ടാക്കടയിൽ കുടുംബം പള്ളിയിൽ പോയ സമയത്ത് കവർച്ച 60 പവൻ കവർന്നു. തമിഴ്നാട്ടിൽ വൻ വാഹനാപകടം. ബസ് കാറിലിടിച്ച് 9 മരണം. പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഡൽഹി CNI പള്ളിയിൽ വിശ്വാസികളെ തടഞ്ഞു. വാർത്തകൾ വിശദമായി. പാട്ടുപാടി താളം പിടിച്ച് കൊച്ചുകുട്ടികളുടെ ക്രിസ്മസ് കരോൾ സംഘം എത്തിയത് ഭജന പാട്ട് നടക്കുന്നിടത്താണ്. പിന്നെ ഭജന പാടിയവരും ആ കുട്ടികളോടൊപ്പം ക്രിസ്മസ് പാട്ടും പാടി. ശരിക്കും ഇതൊക്കെയാണ് കേരള സ്റ്റോറി. കോട്ടയം ജില്ലയിലെ കുമരകത്ത് നിന്നുള്ള ഹൃദയസ്പർശിയായ ഒരു വാർത്തയാണിത്. കുമരകം കൊച്ചിടവട്ടത്തെ ഭജന മണ്ഡപത്തിൽ ഭജന പാട്ടുകൾ നടന്നുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു കൊച്ചുകുട്ടികളുടെ ക്രിസ്മസ് കരോൾ സംഘം അവിടേക്ക് എത്തിയത്. എന്നാൽ മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഭജന പാട്ടുകൾ ആ കുട്ടികളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. മാത്രവുമല്ല, ഭജന പാടിയിരുന്നവരും കരോൾ സംഘത്തിനോടൊപ്പം ചേർന്ന് ക്രിസ്മസ് പാട്ടുകൾ പാടി താളം പിടിക്കുകയും ചെയ്തു. അസഹിഷ്ണുതയുടെ വാർത്തകൾക്കിടയിൽ ഇതാണ് യഥാർത്ഥ കേരളത്തിന്റെ കഥയെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കുമരകത്ത് നിന്നുള്ള ഈ മനോഹരമായ കാഴ്ച ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു. ഭജന പാട്ടുകാരും കരോൾ സംഘവും ഒത്തൊരുമിച്ച് പാടിയ ആഹ്ലാദിപ്പിക്കുന്ന വീഡിയോ ഏവരുടെയും ഹൃദയം പിടിച്ചുപറ്റുന്നതാണ്. തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് മുൻ DGP ആർ ശ്രീലേഖയ്ക്ക് മുൻതൂക്കം. 50 കൗൺസിലർമാരുടെ പിന്തുണയോടെ ശ്രീലേഖയെ മേയറാക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം. വി രാജേഷിന്റെ പേരും പരിഗണനയിലുണ്ടെങ്കിലും അന്തിമ തീരുമാനം ദേശീയ നേതൃത്വത്തിന്റേതാകും. BJP ആദ്യമായി ഭരണം ഉറപ്പിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് ആർ ശ്രീലേഖയുടെ പേരാണ് ഇപ്പോൾ മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത്. വി രാജേഷും പരിഗണനയിലുണ്ടെങ്കിലും മുൻ DGP എന്ന നിലയിൽ ശ്രീലേഖയുടെ സ്ഥാനം നഗരത്തിന് കൂടുതൽ ഗുണകരമാകും എന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 50 കൗൺസിലർമാരുടെ പിന്തുണയും ഇതിനോടകം ശ്രീലേഖയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ വലിയ സ്വീകാര്യതയും അവർക്ക് തുണയാകും എന്നാണ് BJP നേതൃത്വം കരുതുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തത്. ഇതിനാൽ തന്നെ മികച്ച ഒരാളെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തുക എന്നത് ദേശീയ നേതൃത്വത്തിന്റെ കൂടി താല്പര്യമാണ്. വി രാജേഷും പരിഗണനയിലുണ്ടെങ്കിലും അന്തിമ തീരുമാനം ദേശീയ നേതൃത്വത്തിന്റേതാകും. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. 3ാം തവണ കൗൺസിലറായി വിജയിച്ച GS മഞ്ജുവിനാണ് ഈ സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണന ലഭിച്ചിരിക്കുന്നത്. സിമി ജ്യോതിഷ്, RC ബീന എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട്. ക്രിസ്മസ് രാവിൽ തിരുവനന്തപുരം കാട്ടാക്കടയിൽ വൻ മോഷണം. കുടുംബത്തോടെ പള്ളിയിൽ പോയ സമയത്താണ് മോഷണം നടന്നത്. തൊഴുക്കൽ കോണം സ്വദേശി ഷൈൻ കുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 60 പവനാണ് കവർന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിൽ വൻ കവർച്ച. തൊഴുക്കൽക്കോണം സ്വദേശിയായ ഷൈൻ കുമാറിന്റെ വീട്ടിൽ നിന്നാണ് 60 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. കുടുംബം ക്രിസ്മസ് പ്രാർത്ഥനകൾക്കായി പള്ളിയിൽ പോയ തക്കത്തിന് മോഷണം നടക്കുകയായിരുന്നു. വൈകുന്നേരം 6 മണിക്കും രാത്രി 9 മണിക്കും ഇടയിലുള്ള സമയത്താണ് കവർച്ച നടന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. വീടിന്റെ ഒരു വശത്തെ വാതിൽ പൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാക്കൾ കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കൊള്ളയടിച്ചത്. മോഷണം പോയവയിൽ കുട്ടികളുടെ ബ്രേസ്ലെറ്റുകൾ, വളകൾ, മോതിരങ്ങൾ, നെക്ലേസുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു. കൂടാതെ സ്ഥലത്തില്ലായിരുന്ന ഷൈൻ കുമാറിന്റെ സഹോദരിയുടെയും ഭർത്താവിന്റെയും സ്വർണവും ഈ വീട്ടിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. വീട്ടിലെ വൈദ്യുതി മീറ്റർ ഓഫാക്കിയ ശേഷമാണ് പ്രതികൾ അകത്തു കടന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഉടൻ പരിശോധന നടത്തും. പ്രതികളെക്കുറിച്ച് നിലവിൽ സൂചനകൾ ലഭ്യമല്ല. തമിഴ്നാട്ടിലെ കൂടലൂരിൽ സർക്കാർ ബസ് വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറി 9 പേർക്ക് ദാരുണാന്ത്യം. ബസിന്റെ ടയർ പൊട്ടിയതാണ് അപകട കാരണം. ടയർ പൊട്ടിയതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് എതിരെ വന്ന വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തമിഴ്നാട് കൂടലൂരിലെ നാഷണൽ ഹൈവേയിലായിരുന്നു അപകടം സംഭവിച്ചത്.
തമിഴ്നാട്ടിലെ കടലൂരിലുണ്ടായ അതിഭീകരമായ വാഹന അപകടത്തിൽ 9 പേർക്ക് ജീവൻ നഷ്ടമായി. മരിച്ചവരിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നു എന്നത് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. തിരുച്ചിറപ്പള്ളിയിൽ നിന്നും ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന തമിഴ്നാട് SCTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ബസിന്റെ മുൻവശത്തെ ടയർ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് കാരണമായത്. ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് അതേ ദിശയിൽ മുൻപിൽ പോയിക്കൊണ്ടിരുന്ന 2 കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ മരിച്ച 9 പേരും കടലൂർ സ്വദേശികളാണ്. ഇവർ കാറിൽ യാത്ര ചെയ്തവരാണ് മരിച്ചത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. രാത്രി 12 മണിയോടെയാണ് ഈ സംഭവം അരങ്ങേറിയത്. അപകടത്തെ തുടർന്ന് വാഹനങ്ങൾ പൂർണ്ണമായും തകരുകയും തീപിടിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് ദിന സന്ദർശനത്തോടനുബന്ധിച്ച് ഡൽഹി CNI സഭ ആസ്ഥാനത്തെ കത്തീഡ്രൽ ചർച്ച് ഓഫ് ദി റിസപ്ഷനിൽ വിശ്വാസികളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു. രാവിലെ 8 മണി മുതൽ പള്ളിയിലേക്ക് ആരെയും കടത്തിവിട്ടില്ല. ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് ദിന സന്ദർശനത്തിനിടെ DNI സഭ ആസ്ഥാനത്തെ കത്തീഡ്രൽ ചർച്ച് ഓഫ് ദി റിഡപ്ഷനിൽ വലിയ പ്രതിഷേധം. കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി രാവിലെ 8 മണി മുതൽ വിശ്വാസികൾക്ക് പള്ളിയിലേക്ക് പ്രവേശനം നിഷേധിച്ചു. പള്ളിയിൽ നിന്ന് ഏതാണ്ട് 1/2 കിലോമീറ്റർ അകലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് ആളുകളെ തടഞ്ഞത് പോലീസും വിശ്വാസികളും തമ്മിലുള്ള വാക്കേറ്റത്തിന് കാരണമായി. ക്രിസ്മസ് പ്രാർത്ഥനകൾക്കായി ദൂരസ്ഥലങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും എത്തിയ നൂറുകണക്കിന് വിശ്വാസികൾ ഇതോടെ റോഡിൽ കുടുങ്ങി. തിരുവനന്തപുരം സ്വദേശിയായ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഉൾപ്പെടെയുള്ളവർ സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പൂർത്തിയാക്കാതെ ആരെയും പള്ളിയിലേക്ക് കടത്തിവിടാൻ കഴിയില്ലെന്ന കർശന നിലപാടിലായിരുന്നു പോലീസ്. എന്നാൽ പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയെ തുടർന്ന് വിശ്വാസികളെ ഓരോരുത്തരെയായി പള്ളിയിലേക്ക് കടത്തിവിടാൻ അനുമതി നൽകി. ഉത്തരേന്ത്യൻ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം സഭാ നേതൃത്വവുമായി പുതിയൊരു ബന്ധം സ്ഥാപിക്കുന്നതിനായുള്ള നീക്കങ്ങളായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് വാർത്തകൾ മാത്രമാണ് ഇവിടെ പൂർണ്ണമാകുന്നത്. ക്രിസ്മസ് ദിനത്തിലെ കൂടുതൽ വാർത്തകളും പുതിയ അപ്ഡേറ്റ്സുകളുമായി സെക്കൻഡ് റൗണ്ട് ഓഫ് ന്യൂസിൽ ഉടൻ തിരിച്ചെത്താം.